പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നിരവധി തർക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ നിയമസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്നു. ഹൈക്കമാൻഡിനെ കാണാനാകണം. ഈ മാസം 16-നാണ് ഡൽഹിയിൽ യോഗമുള്ളത്. ആ യോഗത്തിൽ ചേരാനായി പോവുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമൊക്കെ നമുക്ക് അന്നറിയാം. ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി? മുൻപേ ഇവിടെ മത്സരിച്ചവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്രായാധിക്യം ഒരു പ്രശ്നമായി മാറുമോ? പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തുമൊക്കെ ഇതിനൊരു മാനദണ്ഡമാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഒപ്പം നമ്മുടെ KC വേണുഗോപാൽ സൂചിപ്പിച്ച പോലെ ഈ ജെൻസിയെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ജെൻസി സാന്നിധ്യം കൂടുതലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുമോ കോൺഗ്രസിൻ്റേത് അല്ലെങ്കിൽ UDFിൻ്റേത് എന്നൊക്കെ ഈ ഒരു 16-നായിരിക്കും. ഈ 16-ന് നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും അറിയുക. അതിനായി കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടാകും യോഗത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉണ്ടാകും ആ യോഗത്തിൽ. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. അതായത് കൂടുതൽ ഘടകകക്ഷികൾ ഇങ്ങോട്ടെത്താനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ സാധ്യത കുറവാണ് പുതിയ ഘടകകക്ഷികൾ സംബന്ധിച്ച്. പിന്നെ ആകെക്കൂടി ഒരു പ്രതീക്ഷ വെക്കാവുന്നത് നമ്മുടെ കേരള കോൺഗ്രസ് M ആണ്. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം നടന്ന LDF പ്രതിഷേധത്തിലൊന്നും പങ്കെടുത്തില്ല. അത് മറ്റ് ചില കാരണങ്ങളാണെന്നാണ് ജോസ് കെ മാണി നൽകുന്ന വിശദീകരണം. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മുന്നണി വിപുലീകരണത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് LDFിൽ ചെന്നിട്ട് വലിയ രീതിയിലുള്ള ഗോളുകളൊക്കെ ഒന്നും സൃഷ്ടിച്ചില്ല. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവൊന്നും LDFിലൊരു നിർണായക ശക്തി ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. MP അല്ലെങ്കിൽ ലോക്സഭ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ കണക്കിലെടുത്താലും വലിയ രീതിയിലുള്ള സാന്നിധ്യമുണ്ടും കേരള കോൺഗ്രസ് എമ്മിന് LDFിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ആയിരുന്നു. ഒരു ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി ആയിരുന്നു. പക്ഷേ ജോസ് കെ മാണിയെ അവിടെ കണ്ടില്ല. ജോസ് കെ മാണിക്ക് എത്താൻ സാധിച്ചില്ല. ജോസ് കെ മാണിയുടെ ഓഫീസ് അറിയിച്ചത് മറ്റ് ചില കാരണങ്ങളാണ്. അങ്ങനെയാണ് വിശദീകരണമൊക്കെ വന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നേക്കാവുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘടകകക്ഷി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. അപ്പോൾ ആ മാണി ഗ്രൂപ്പിൻ്റെ തീരുമാനം ജോസ് കെ മാണിക്കാണ്. അപ്പോൾ ജോസ് കെ മാണി വലത്തേക്ക് തിരിയുമോ, UDFിലേക്ക് വരുമോ, അതിലൂടെ മുന്നണി വിപുലീകരണം, അത്തരത്തിലൊരു മുന്നണി വിപുലീകരണമാണോ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ നമുക്കറിയണം. അത് കൃത്യമായി അറിയാൻ സാധിക്കുക 16-ന് നടക്കുന്ന ആ യോഗത്തിനാണ്. ആ യോഗത്തിൽ നിരവധി നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ ഉണ്ടാകും. അതൊക്കെ ആ യോഗത്തിന് ശേഷം നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. കോൺഗ്രസ് മിഷൻ 110 ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യ ക്യാമ്പിൽ നടന്നത് നമ്മൾ കണ്ടു. കനകലുവിൻ്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു. കനകലു നിരവധി നേതാക്കളുമായി ചർച്ച ചെയ്ത് കണ്ടു. അമിത ആത്മവിശ്വാസം പാടില്ല എന്നാണ് പ്രധാനപ്പെട്ട നിരവധി നേതാക്കൾ ആ ലക്ഷ്യ ക്യാമ്പിലടക്കം ഉയർത്തിയ ആവശ്യം, നിർദ്ദേശം. ഈ 16-ന് നടക്കുന്ന ആ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ പങ്കെടുക്കുന്ന യോഗമാണ്. അപ്പോൾ മുന്നണി വിപുലീകരണവും സ്ഥാനാർത്ഥിത്വവും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതിനായി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്.